മുൻകൂട്ടിയുള്ള വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയിരക്കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്ത് ഇസ്രായേൽ. ഇസ്രായേൽ എയർഫോഴ്സിന്റെ 100 യുദ്ധവിമാനങ്ങളാണ് ഞായറാഴ്ച രാവിലെ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ 40 റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. വടക്കൻ മധ്യ ഇസ്രായേലിൽ ഹിസ്ബുള്ള ലക്ഷ്യം വച്ചിരുന്ന ആക്രമണ ഭീഷണിയെ ചെറുക്കുന്നതിനാണ് ഇസ്രായേൽ മുൻകൂട്ടി വ്യോമാക്രമണം നടത്തിയത് എന്നാണ് വിവരം. വ്യോമാക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ സംഘർഷ സാധ്യത അതീവ രൂക്ഷമായിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്ക് മധ്യഭാഗങ്ങളെ ലക്ഷ്യം വച്ചിരുന്ന ഹിസ്ബുള്ളയുടെ 1000 റോക്കറ്റ് ലോഞ്ച് പാരലുകളെ 100 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ള 100 കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി കുതിച്ചത്. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിനു ശേഷമായിരുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടി. 320-ൽ അധികം റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അയച്ചതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. 11 ലക്ഷ്യസ്ഥാനങ്ങളിൽ റോക്കറ്റ് പതിച്ചതായും ഹിസ്ബുള്ള അറിയിച്ചു. ഞായറാഴ്ച രാവിലെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോൾഡൻ ഹൈറ്റ്സിൽ കഴിഞ്ഞ മാസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 12 യുവാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. തിരിച്ചടിയായി ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ വധിച്ചിരുന്നു. ഫുവാദിന്റെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും പ്രഖ്യാപനത്തോടെ പ്രദേശത്ത് എപ്പോൾ വേണമെങ്കിലും സംഘർഷം ഉടലെടുക്കാമെന്ന സാഹചര്യമായിരുന്നു. ഇതിനിടെയാണ് വ്യോമാക്രമണമുണ്ടായത്. ഇതിനിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഗാസയിൽ 4 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നു. കുഞ്ഞുങ്ങളുടെ ജനനം രജിസ്റ്റർ ചെയ്യാൻ പിതാവ് സർക്കാർ ഓഫീസിലേക്ക് പോയപ്പോഴായിരുന്നു ആക്രമണം. ആൺകുട്ടിയായ അസൈറും പെൺകുട്ടിയായ ഐസിലിനും ആണ് കൊല്ലപ്പെട്ടതെന്ന് പിതാവ് മുഹമ്മദ് അബു അൽ ഖുംസൻ പറഞ്ഞു. ദേറൽ ബലാഹിലുള്ള വീട്ടിൽ അമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പമായിരുന്നു കുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളുടെ അമ്മയും മുത്തശ്ശിയും ക്രൂരമായി കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വീടിന് നേരെ ഷെല്ലാക്രമണം ഉണ്ടായെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഒന്ന് ലാളിക്കാനോ കണ്ണു നിറയെ കാണാനോ സാധിച്ചില്ല, മുഹമ്മദ് പറയുന്നു. ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ച ആദ്യ ആഴ്ചകളിൽ തന്നെ ഗാസ നഗരം വിട്ടുപോകണമെന്ന് സൈന്യത്തിന്റെ ഉത്തരവ് ലഭിച്ചിരുന്നു. അതനുസരിച്ചാണ് മുഹമ്മദിന്റെ കുടുംബം നഗരം വിട്ടത്. ശേഷം ഗാസയുടെ മധ്യമേഖലയിൽ ഇവരുടെ കുടുംബം അഭയം തേടുകയായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ നിരവധി കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. യുദ്ധത്തിനിടെ 115 നവജാത ശിശുക്കൾ ജനിക്കുകയും തൊട്ടു പിന്നാലെ കൊല്ലപ്പെടുകയും ചെയ്തെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ ഗാസയിലെ നിരവധി അഭയകേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. ശനിയാഴ്ച ഗാസ നഗരത്തിലെ പലസ്തീൻ അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന സ്കൂളിന് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. 70-ലധികം പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം സ്കൂൾ ഹമാസ് പോരാളികളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത്. എന്നാൽ ഈ ആരോപണം ഹമാസ് നിഷേധിച്ചു.